ക്രൈം സീൻ ഇനി പോകുന്നത് തൃശൂരിലേക്കാണ്. തൃശൂരിൽ വൻ സ്പിരിറ്റ് ശേഖരമാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. തൃശൂർ ലാലൂരിൽ 4000 ലിറ്റർ സ്പിരിറ്റ് സൂക്ഷിച്ച രഹസ്യ ഗോഡൌൺ കണ്ടെത്തി. കൊരട്ടി ദേശീയപാതയിൽ സ്പിരിറ്റുമായി പിടിയിലായ യാത്രക്കാരനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഗോഡൌണിനെ കുറിച്ച് വിവരം ലഭിച്ചത്. കേസിൽ BJP പ്രവർത്തകൻ വാടാനപ്പള്ളി സ്വദേശി കെ മണികണ്ഠനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2 കൊലപാതകം ഉൾപ്പെടെ 10 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ഇന്ന് ഉച്ചയോടുകൂടിയാണ് തൃശ്ശൂരിലെ നഗരത്തിനടുത്തുള്ള ലാലൂരിൽ വാടകയ്ക്കെടുത്ത ഒരു വീട്ടിൽ നിന്നും 4000 ലിറ്റർ സ്പിരിറ്റ് രഹസ്യമായി സൂക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെത്തുന്നത്. ഇതിലേക്ക് എത്തിച്ച സംഭവം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കൊരട്ടിക്കടുത്ത് നിന്ന് ദേശീയപാതയിൽ സ്വിഫ്റ്റ് കാറിൽ സഞ്ചരിച്ചിരുന്ന ഈരാറ്റുപേട്ട സ്വദേശി സച്ചുവിൽ നിന്നും 400 ലിറ്റർ സ്പിരിറ്റ് പോലീസ് പിടികൂടിയിരുന്നു. ഇത് സംബന്ധിച്ച വിശദമായ ചോദ്യം ചെയ്യലാണ് ഈ സ്പിരിറ്റ് ശേഖരിക്കുന്നത് തൃശ്ശൂരിനടുത്ത് ലാലൂരിലെ ഒരു ഗോഡൌണിൽ നിന്നാണെന്ന് വിവരം ലഭിക്കുന്നത്. ഇതിനെ തുടർന്നാണ് പോലീസ് സംഘം ഇവിടെ എത്തി പരിശോധിക്കുന്നത്. ഇവിടെ 2 ഫാമിലിയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു 2-3 മാസം മുമ്പ് ഫാമിലി പോവുകയും പുതിയൊരു സംവിധാനം ഷെഡ് അടിക്കലും പുതിയൊരു ഫാമിലി എത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ ധരിച്ചത്. ഇവിടെ ഈ ഷെഡ് അടിക്കാനുള്ള സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു, ഇതെന്തിനു വേണ്ടി അടിക്കണേന്ന് ചോദിച്ചാൽ പറഞ്ഞു ഒരു പാർസൽ ഗോഡൌണിന് വേണ്ടിയിട്ടാണെന്നും ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ഗേറ്റ് അടക്കം ഒരു മറ വെച്ച് അടച്ചിരിക്കുക. ഏത് ബ്രോക്കർ ഏജൻറ്റ് പ്രകാരമാണ് ഈ ആൾക്ക് വാടക വീട് എടുത്തിട്ടുള്ളത്? വീടിൻ്റെ ഉടമസ്ഥന് ഈ സ്പിരിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് നടത്താൻ വേണ്ടി തന്നെയാണോ കൊടുത്തത്? ഇവർ തമ്മിലുള്ള ഒരു കച്ചവടമാണോ ഇതിന് പിന്നിൽ നിന്നൊക്കെ വളരെയധികം ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് ഇതിനകത്ത്. ഇവിടെ വാടാനപ്പള്ളിയിൽ ഒരു കൊലക്കേസ് പ്രതിയായ മണികണ്ഠനും കുടുംബവും വാടകയ്ക്കെടുത്ത് സ്പിരിറ്റ് സൂക്ഷിക്കുകയായിരുന്നു. ഇവിടെ കർണാടകയിൽ നിന്ന് കൊണ്ടുവരുന്ന സ്പിരിറ്റ് തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലായി വിതരണം ചെയ്യാൻ കൊണ്ടുവരുന്നതാണ്. എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലെ കള്ള് ഷാപ്പുകളിലാണ് പ്രധാനമായും ഈ സ്പിരിറ്റ് വിതരണം ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച വിശദമായ പരിശോധന പൂർത്തിയാക്കി വരുന്നു. ഏതായാലും മറ്റു പല സ്ഥലങ്ങളിലും ഗോഡൌണുകൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഓണം അടുത്തതോടെ കൂടുതൽ പരിശോധന ശക്തമാക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. തൃശൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്കാണ് ക്രൈം സീൻ ഇനി പോകുന്നത്. പത്തനംതിട്ടയിലും കള്ളുഷാപ്പിൽ നിന്ന് സ്പിരിറ്റ് പിടികൂടിയെന്ന വാർത്തയിലേക്ക്. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സംഘം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് 20 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയത്. കള്ളിന്റെ വീര്യം കൂട്ടാനാണ് സ്പിരിറ്റ് എത്തിച്ചതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു. അഞ്ച് ലിറ്ററിന്റെ 4 കന്നാസുകളിലായി 20 ലിറ്റർ സ്പിരിറ്റ് കണ്ടെടുത്തത് പത്തനംതിട്ട തിരുവല്ല പെരിങ്ങരയിലെ സ്വാമിപ്പാലത്ത് പ്രവർത്തിക്കുന്ന കള്ളുഷാപ്പിന്റെ പുറകുവശത്തെ ഷെഡിൽ നിന്നും. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു മിന്നൽ പരിശോധന. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ഈ സ്വാമിപ്പാലം കള്ളുഷാപ്പിൽ നിന്നും 20 ലിറ്റർ സ്പിരിറ്റ് പിടികൂടാനായിട്ടുള്ളത്. കള്ള് ഷാപ്പിൽ എത്തുന്ന കള്ളിൽ കലക്കുവാനായിട്ടാണ് ഈ സ്പിരിറ്റ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. പാലക്കാട് കഴിഞ്ഞ ദിവസം തോപ്പിൽ നിന്ന് കള്ളുപിടിയുടെ ഭാഗമായിട്ട് എല്ലാ ഷാപ്പിലും ഇത്തരം കർശനമായ നിരീക്ഷണം നടത്തുവാനായിട്ട് കമ്മീഷണർ നിർദ്ദേശമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ പരിശോധനയാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. വിൽപ്പനയ്ക്കായി എത്തിക്കുന്ന കള്ളിന്റെ വീര്യം കൂട്ടാനായാണ് സ്പിരിറ്റ് എത്തിച്ചത്. ഷാപ്പിന്റെ ലൈസൻസിയായ തൃശൂർ സ്വദേശി PA സുരേഷിനെതിരെ കേസെടുക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. റിപ്പോർട്ടർ, പത്തനംതിട്ട.